ഹിമവാൻ തുടർന്ന് പറയുകയാണ്, എനിക്കിത് ഒതുക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഇത്ര വലിയ ബൃഹത്തായ ശരീരത്തിൽ ഉള്ള ബൃഹത്തായ വലിപ്പം കൊണ്ട് ബൃഹത്തായ ആ ഹൃദയത്തിലും ഒന്നും തന്നെ എനിക്ക് നിങ്ങൾ വന്ന് ഇങ്ങോട്ട് നിങ്ങളെ കണ്ടപ്പോഴുണ്ടായ സന്തോഷം ഒതുക്കാൻ കഴിയുന്നില്ല, ഒതുങ്ങുന്നില്ല എന്നാണ് ഈ സുന്ദരമായ ഈ ശ്ലോകത്തിൽ. ഭവൽ സംഭാവനോത്ഥായ പരിതോഷായ മൂർച്ഛതേ അഭി വ്യാപ്തദിഗന്ധാനി നാങ്കാനി പ്രഭവന്തി മേ. ഭവൽ സംഭാവനോത്ഥായ മൂർച്ഛതേ പരിതോഷായ. ഭവൽ സംഭാവനോത്ഥായ മൂർച്ഛതേ പരിതോഷായ. ഭവൽ സംഭാവനം കൊണ്ട് ഉയർന്നു വന്ന ഉത്ഥിതമായ നിങ്ങൾ ഇങ്ങനെ വന്ന നിങ്ങളുടെ ആഗമനം കൊണ്ട് സംഭാവനം ചെയ്ത, നേരത്തെ വന്ന വാക്കാണ് സംഭാവനം ചെയ്യുക, സൽക്കരിക്കുക, ബഹുമാനിക്കുക എന്നൊക്കെ അർത്ഥം. എങ്ങനെയാണ് ഇവരിപ്പോൾ ഈ മഹർഷിമാര് ഹിമവാനെ സംഭാവനം ചെയ്തത്? അവരുടെ ആഗമനം കൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭവൽ സംഭാവനം കൊണ്ട് ഉളവായ അതിൽ നിന്ന് ഉയർന്ന മൂർച്ഛതേ പരിതോഷായ, ഈ മൂർച്ഛിക്കുന്ന പരിതോഷത്തിൽ, മൂർച്ഛിക്കുന്ന അളവറ്റ, അളവില്ലാതെ അടക്കാൻ കഴിയാതെ വർദ്ധിക്കുന്ന ഈ പരിതോഷത്തിൽ അതിൻ്റെ ആനന്ദത്തിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു. അങ്ങനെ എന്നിൽ അങ്ങനെ വികസിച്ചു വരുന്ന ഈ പരിതോഷായ, പരിതോഷത്തിനു വേണ്ടിയിട്ട്, സന്തോഷത്തിന്, പരിതോഷത്തിന് അവിവ്യാപ്തദിഗന്ധാനി നാങ്കാനി പ്രഭവന്തി മേ, അതിനെ ഒതുക്കാനായിട്ട് അഭിവ്യാപ്തദിഗന്ധാനി മേ അംഗാനി ന പ്രഭവന്തി. വ്യാപ്തദിഗന്ധാനി അഭി മേ അംഗാനി ന പ്രഭവന്തി. വ്യാപ്തദിഗന്ധങ്ങളെങ്കിലും എൻ്റെ ഈ അംഗങ്ങൾ ന പ്രഭവന്തി, കഴിയുന്നില്ല, പ്രഭുവാകുന്നില്ല, അതിനുള്ള കഴിവ് അതിന് വരുന്നില്ല. ന പ്രഭവന്തി, അതിനുള്ള കഴിവ് ഇല്ല, കഴിവുറ്റതാകുന്നില്ല എന്നർത്ഥം. പ്രഭവതി എന്ന് പറഞ്ഞാൽ അതിന് കഴിയുന്നു, ന പ്രഭവന്തി കഴിയുന്നില്ല. അപ്പോ ഭവൽ സംഭാവനോത്ഥായ മൂർച്ഛതേ പരിതോഷായ, നിങ്ങളുടെ സംഭാവനം കൊണ്ട് ഇപ്രകാരം ബഹുമാനിച്ചത് കൊണ്ട് മൂർച്ഛതേ മൂർച്ഛിക്കുന്ന ഈ പരിതോഷത്തെ ഒതുക്കുവാൻ വ്യാപ്തദിഗന്ധാനി അഭീമേ അംഗാനി, ഈ ദിക്കു മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന എൻ്റെ ഈ ഭൗതിക ശരീരം ഉണ്ടല്ലോ, തെക്കും വടക്കും ഉയരത്തിലും എല്ലാം വ്യാപിച്ചിരിക്കുന്ന എൻ്റെ വളരെ സ്ഥൂലമായ ഈ ശരീരം, ഇത്ര സ്ഥൂലമായിട്ട് പോലും വ്യാപ്തദിഗന്ധാനി മേ അംഗാനി, എൻ്റെ ഈ ശരീര അംഗങ്ങള് ന പ്രഭവന്തി, പരിതോഷത്തെ ഒതുക്കുവാൻ കഴിയുന്നില്ല, പ്രഭവിക്കുന്നില്ല, അഥവാ അതിനുള്ള കഴിവ് ഉണ്ടാകുന്നില്ല. പ്രഭവതി ന പ്രഭവതി, കഴിയുന്നില്ല. അംഗങ്ങളാണ് അംഗാനി ന പ്രഭവന്തി, അംഗങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ഈ കഴിവുള്ള ആളാണ് പ്രഭു എന്നൊക്കെ അർത്ഥം വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വാക്കൊന്നാണ് അതൊക്കെ ഉണ്ടാവുന്നത്. ഭവൽ സംഭാവനോത്ഥായ പരിതോഷായ മൂർച്ഛതേ അഭി വ്യാപ്തദിഗന്ധാനി നാങ്കാനി പ്രഭവന്തി മേ. ഭവൽ സംഭാവനോത്ഥായ മൂർച്ഛതേ പരിതോഷായ, അതിനെ ഒതുക്കാൻ വ്യാപ്തദിഗന്ധാനി അഭിമേ അംഗാനി ന പ്രഭവന്തി, എൻ്റെ അംഗങ്ങൾ ദിക്ക് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണെങ്കിലും ഈ എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ പെരുകുന്ന അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന വികസിച്ചു വരുന്ന ഈ ആനന്ദം ഉണ്ടല്ലോ, എന്തിനുണ്ടുള്ള ആനന്ദം? നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി എന്നെ സംഭാവനം ചെയ്തു ഇവിടെ വന്നിട്ട് എന്നുകൊണ്ടുണ്ടായ ആ ആനന്ദത്തെ ഒതുക്കുവാൻ എൻ്റെ ഇത്ര വലിയ ഈ ശരീരത്തിനും, നേരത്തെ പറയുന്നുണ്ടല്ലോ 1-ാം സർഗത്തിലെ ഹിമാലയ വർണ്ണനയിലെ എല്ലാ പൂർവാപരവും തോയനിധി വഗാഹ്യ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിഴക്കും പടിഞ്ഞാറുള്ള
സമുദ്രങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നിട്ട് എന്ന പോലെ അങ്ങനെ കിടക്കുന്ന എൻ്റെ ഈ ശരീരത്തിന് പോലും അത് ഒതുക്കാൻ കഴിയുന്നില്ല. ഭവൽ സംഭാവനോത്ഥായ പരിതോഷായ മൂർച്ഛതേ അഭിവ്യാപ്ത ദിഗന്ധാനി നാങ്കാനി പ്രഭവന്തി മേ.